എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. വെള്ളിയാഴ്ച കൊടുത്ത 4 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ആദ്യത്തേത് സീലായിരുന്നു. 142 ബൈ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത്. ഓപ്പൺ ചെയ്തത് 139 പിന്നീട് അവിടുന്ന് താഴേക്കാണ് വന്നത്. നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. രണ്ടാമത്തേത് പ്രാജ് ഇന്ത്യയാണ്. പ്രാജ് ഇന്ത്യ 789 നമുക്ക് 781 ഓപ്പൺ ചെയ്ത് 782 ഹൈ ആയി. പിന്നീട് താഴേക്കാണ് വന്നത്. വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി മാർക്കറ്റ് ഒരു സൈഡ് വേ ആയിരുന്നു. മാത്രമല്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം പിന്നീട് അല്പാൽപമായിട്ട് താഴേക്കാണ് വരുന്നതായിട്ട് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളിലും മറ്റു യാതൊരു ഇൻഡെക്സുകളിലും യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ട്രേഡ് തന്നെ വളരെ ചുരുക്കം ട്രേഡുകളാണ് ഇൻഡെക്സിൽ തന്നെ ലഭിച്ചത്. അതുകൊണ്ട് സ്റ്റോക്കുകളുടെ പെർഫോമൻസും എല്ലാം തന്നെ വളരെ മന്ദഗതിയിലാണ്. തുടർന്ന് അങ്ങോട്ടും ഈ ഒരു ഹൈയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു ചെറിയ കൺസോൾട്ടേഷനിൽ തന്നെ ആയിരിക്കും. കാരണം എല്ലാ സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്സ് ഹൈയിലാണുള്ളത്. അതുകൊണ്ട് സ്റ്റോക്കുകളിലൊക്കെ ശ്രദ്ധിച്ചൊരു ബൈ ചെയ്യണം. ബ്രേക്കൗട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് എൻട്രി എടുത്ത് പോകാൻ പാടുകയുള്ളൂ. അടുത്തത് DCM ശ്രീറാമാണ്. DCM ശ്രീറാമിൽ 1196 എൻട്രി. സ്റ്റോക്ക് അന്ന് ഓപ്പൺ ചെയ്തത് 1163 പിന്നീട് ഹൈ പോയത് 1180 നമുക്ക് 1196 എൻട്രി ഉള്ളത്. അതിലും ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. ലാസ്റ്റ് വൺ ബ്ലൂ സ്റ്റാർ കോ. നമ്മുടെ ഒരു യൂട്യൂബ് വ്യൂവർ പറഞ്ഞിരുന്നു 4 സ്റ്റോക്കുകളിലും എൻട്രി ലഭിച്ചിട്ടില്ല എന്ന്. ഏതായിരുന്നാലും നമുക്കത് ചെക്ക് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലാണ് എല്ലാം നമ്മൾ ഒന്നുകൂടെ നോക്കിയത്. ബ്ലൂ സ്റ്റാർ കോ 1786 എൻട്രി. 1759 ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് വരികയായിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെയ്തപോലെ തന്നെ സ്റ്റോക്കുകളുടെ പെർഫോമൻസും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൈ സൈഡിലേക്ക്, അതേസമയം നമുക്ക് സെൽ സൈഡിലേക്ക് ഒരു കൺഫേമും കിട്ടാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റോക്കുകളും നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഈ 4 സ്റ്റോക്കുകളും നിങ്ങൾക്ക് ഇന്നും ബൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നേക്കുള്ള ഒരു 4 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് പ്രിൻസ് പൈപ്പാണ്. പ്രിൻസ് പൈപ്പ് വെള്ളിയാഴ്ച ഈ ഒരു ട്രിപ്പിൾ ബോട്ടം നോക്കൂ, ട്രിപ്പിൾ ബോട്ടമാണ്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത് ലാസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 582 നമുക്ക് ഇവിടെ ഒന്നും കൂടെ താഴെ വന്നാൽ 578 ഒരു ബൈ എൻട്രി പോസിബിളാണ്. ഇനിയിപ്പോൾ 578 ഇവിടെ ഒരു റീടെസ്റ്റ് എന്തായാലും നടത്താനുള്ള സാധ്യതയുണ്ടെന്ന്. ഇനിയിപ്പോൾ റീടെസ്റ്റ് നടത്തിയിട്ടില്ലെങ്കിലും നമുക്ക് 585 ബൈ എടുത്ത് പോകാം. ഏതായിരുന്നാലും 578 നിങ്ങൾ നോട്ട് ചെയ്തോളൂ. 574 സ്റ്റോപ്പ് ലോസ് വെക്കണം. 582, 584 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് വളരെ ഹൈയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം നല്ലൊരു ഫാളാണ് നടത്തിയത് വെള്ളിയാഴ്ച. അതുകൊണ്ട് അതിൽ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് പോകാവുന്നതാണ്. അടുത്തത് അംബുജ സിമൻറ്റ്. അംബുജ സിമൻറ്റിൽ നമുക്കൊരു ബൈ എൻട്രി തന്നെയാണുള്ളത്. 640 ഈ ഹൈയിന് മുകളിൽ നമുക്ക് എടുത്ത് പോകാം. 640 635 സ്റ്റോപ്പ് ലോസ് വെക്കണം. 645, 648 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിലൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡ് ആണെങ്കിൽ നിങ്ങൾ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. JSW സ്റ്റീൽ ഒരു ചാനൽ പാറ്റേണിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നും ഇതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി പോസിബിളാണ്. 944
940 ക്ലോസ് ഇപ്പോൾ സ്പോട്ട് റേറ്റ് ഉള്ളത്. 938, അതായത് ഇതിൻ്റെ ലോവിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 950, 955 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ITC ആണ്. ITC നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ $508 നമുക്കൊരു എൻട്രി പോസിബിൾ ആണ്. നമുക്ക് ഈ ഹൈ 508 എൻട്രി എടുത്താൽ 505 ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 512, 514 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. മാർക്കറ്റ് ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോക്കുകൾ ബ്രേക്കൗട്ട് നടത്തുകയുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബ്രേക്കൗട്ട് നടത്തിയതിന് ശേഷം 2-3 പോയിൻ്റ് അല്ലെങ്കിൽ 1-2 പോയിൻ്റ് മുകളിലേക്ക് പോയി തിരിച്ച് താഴേക്ക് തന്നെ വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഇപ്പോൾ. അതുകൊണ്ട് അഥവാ നമ്മുടെ ടാർഗറ്റ് എത്താതെ 2-3 പോയിൻ്റ് ഈ ലൈന് ബ്രേക്ക് ചെയ്തതിന് ശേഷം 2-3 പോയിൻ്റ് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് തന്നെ വരികയാണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കിട്ടിയ പ്രോഫിറ്റിൽ ഇറങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ ഈ നമ്മൾ എൻട്രി എടുത്ത ആ ഭാഗത്തെങ്കിലും എക്സിറ്റ് അടിക്കുക. വീണ്ടും തിരിച്ച് താഴെ നിന്ന് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും എൻട്രി എടുത്ത് പോകാം. മറ്റേത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.